നമസ്കാരം, വെൽക്കം ഡെയിലി ന്യൂസ് അനലിസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇന്ന് ഹിന്ദു ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 5 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്. സോ ഫസ്റ്റ് ടോപ്പിക് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉത്തരാഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. സോ അവിടെ ആ ഒരു വാർത്തയ്ക്കകത്ത് മെയിൻലി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് എന്നുള്ളതാണ് മെയിൻലി പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് ടോപ്പിക് ഇൻഫോംഡ് കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. എസ്പെഷ്യലി ഹെൽത്ത് കെയർ മേഖലയിലെ ഇൻഫോംഡ് കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഈ ഒരു ടോപ്പിക് എത്തിക്സിന്റെ പെർസ്പെക്റ്റീവിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. എത്തിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 4ന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. സോ ആ ഒരു ടോപ്പിക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 4 എത്തിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ തേർഡ് ടോപ്പിക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ടു ആൻ എക്സ്റ്റെന്റ് ഡിഫൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ ടോപ്പിക് നമുക്ക് പഠിക്കാനായിട്ടുള്ള. സ്ട്രൈക്കർ, ആർമഡ് ഇൻഫൻട്രി, കോമ്പാറ്റ് വെഹിക്കിൾസിനെ കുറിച്ചാണ് മെയിൻലി ഡിഫൻസ് പെർസ്പെക്റ്റീവ് ആയിട്ട് ആ ഒരു ടോപ്പിക് കൂടുതലായിട്ടും പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ആ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നത്. ദെൻ നാലാമത്തെ ടോപ്പിക് എക്കോളജി എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഒരു ആനിമലിനെ കുറിച്ചിട്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. മെയിൻലാൻഡ് സെറോ എന്ന് പറയും. അതായത് ഏകദേശം ഈ പറഞ്ഞ നമ്മുടെ ഇവിടെ കാണപ്പെടുന്ന ഗോട്ടും അതേപോലെ ആന്റിലോപ്പ് ഇതിന്റെ ഒരു കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക് നമുക്ക് പഠിക്കും, വിശദമായിട്ട് കാണാം. ആ ഒരു ആനിമലിന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ രണ്ട് സ്പീഷീസ് ഗോട്ടിന്റെയും അതേപോലെ ആന്റിലോപ്പിന്റെയും കൂടെ ഒരു മിക്സ് ആണെന്ന് നമുക്ക് തോന്നും. സോ അത്തരത്തിൽ മെയിൻലി ഭൂട്ടാനിലൊക്കെ കാണപ്പെടുന്ന ഒരു ആനിമലാണ് ഈ മെയിൻലാൻഡ് സെറോ. സോ അതിന്റെ ബേസിക് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജി എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് പഠിക്കാൻ പോകുന്നത്. ദെൻ ഫിഫ്ത്ത് ടോപ്പിക്കും പ്രിലിംസ് പെർസ്പെക്റ്റീവ് ആർട്ടിക്കിളാണ്. റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ റെയർ എർത്ത് എലമെന്റ്സിന് അതുപോലെ ഈ പറഞ്ഞ എക്കണോമിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിൽ ആ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ 5 ടോപ്പിക്കിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിൽ നിന്നും പ്രിലിംസ് ബേസ്ഡ് MCQ കൂടെ സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടൈം കളയാണ്ട് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടോപ്പിക് ഇതാണ്, ഹെഡ്ലൈൻ ഇതാണ്: ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ടു സ്റ്റഡി റിസ്ക് പോസ്ഡ് ബൈ 13 ഗ്ലേഷ്യൽ ലേക്സ് ഡ്യൂറിംഗ് മൺസൂൺ എന്നുള്ളതാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക് ഞാൻ പറഞ്ഞു, നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിലാണ് പഠിക്കുന്നത്. അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ടത് എന്താണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്, അഥവാ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നതാണ് GLO. ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ്, GLOF എന്നാണ് മെയിൻലി അത് അറിയപ്പെടുന്നത്. GLOF ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ പത്രമൊക്കെ വായിക്കാൻ നേരം നിങ്ങൾക്ക് ഈ ഒരു വാക്ക് കാണാൻ സാധിക്കും. GLOF എന്ന ഷോർട്ട് ഫോമിൽ കണ്ടു കഴിഞ്ഞാൽ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് എന്നാണ് ബേസിക്കലി വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യം ഇതിനകത്ത് രണ്ട് കീവേഡ് ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഗ്ലേഷ്യൽ ലേക്കും, ഇനി അതുമായിട്ട് ചേർന്നിട്ടാണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡുകൾ എന്നുള്ള ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. സോ അത് നമുക്ക് എന്താണ് ഗ്ലേഷ്യൽ ലേക്ക് എന്ന് പഠിക്കാം. സോ ഗ്ലേഷ്യൽ ലേക്ക് മീൻസ് ദീസ് ആർ ലാർജ് ബോഡീസ് ഓഫ് വാട്ടർ. ലാർജ് ബോഡീസ് ഓഫ് വാട്ടർ ആണ് that sit in front of or on the top or the beneath of a melting glacier. അതായത് പ്രധാനമായിട്ട് ഇവ കാണപ്പെടുന്ന നമ്മുടെ ഹിമാലയൻ മേഖലകളിലാണ്. സോ അവിടെ ഈ പറഞ്ഞ പോലെ മലനിരകളിൽ ഗ്ലേഷ്യർ മീൻസ് പറഞ്ഞ നമ്മുടെ മഞ്ഞുമലകളൊക്കെ ഉണ്ടല്ലോ, ഈ മഞ്ഞുമലകൾ ഈ പറഞ്ഞ പോലെ ഉരുകി, വേനൽക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഉരുകി രൂപപ്പെടുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഒരു ലേക്ക് രൂപത്തിൽ രൂപപ്പെടുന്നതാണ് നമ്മൾ ഗ്ലേഷ്യൽ ലേക്കുകൾ എന്ന് പ്രധാനമായിട്ടും വിശേഷിപ്പിക്കുന്നത്. അതായത് ഈ മലകളുടെയൊക്കെ തന്നെ ഇടയിൽ ഇൻ ഗ്യാപ്പായിട്ട് നമുക്ക് ചെറിയ ഏരിയാസ് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ സമ്മർ ടൈം ആകുമ്പോഴേക്കും ഈ ഗ്ലേഷ്യേഴ്സ് ഒക്കെ തന്നെ മെൽറ്റഡ് ആയി ഈ വരുന്ന ട്രാപ്ഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, അത് വാട്ടർ ഈ പറഞ്ഞ ട്രാപ്ഡ് ആയിട്ട് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതിങ്ങനെ ട്രാപ്പായിട്ട് നിന്ന് കഴിയുമ്പോഴേക്കും അതൊരു ലേക്ക് രൂപത്തിൽ അത് രൂപപ്പെടുകയും വർഷങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളത്തിന്റെ അളവ് ഇങ്ങനെ കൂടും. ഓരോ ഈ പറഞ്ഞ പോലെ വിന്റർ സീസൺ ആകുമ്പോൾ വീണ്ടും അവിടെ മഞ്ഞ് മലകൾ രൂപപ്പെടുന്നു. അത് പിന്നീട് സമ്മർ ടൈം ആകുമ്പോൾ വീണ്ടും ഉരുകി ഈ ലേക്കിലേക്ക് തന്നെ അതിന്റെ വെള്ളം വന്നു വീഴുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾ എടുക്കുമ്പോഴേക്കും ആ ഒരു സ്ഥലം ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി വാട്ടർ കൊണ്ട് ഫില്ലപ്പ് ചെയ്യും. കംപ്ലീറ്റ്ലി വാട്ടറിനെ ഫില്ലപ്പ് ചെയ്യും. അതും വളരെ ഹൈറ്റിലാണ് ഇത് രൂപപ്പെടുന്നത്. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോഴേക്കും ആ ലേക്കിന്റെ മീൻസ് അതിന്റെ സൈഡുകളുണ്ടല്ലോ, ആ സൈഡുകൾക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു വെള്ളത്തെ താങ്ങി നിർത്താനായിട്ടുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും അതിന്റെ സൈഡുകളൊക്കെ തന്നെ ബ്രേക്ക് ആകുകയും വെള്ളം ഈ പറഞ്ഞ പോലെ അതിശക്തമായ രീതിയിൽ വളരെ ഫോഴ്സോടുകൂടി അതിൽ നിന്നും പുറത്തേക്ക് പോരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് എന്ന് പറയുന്നത്. ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ്, GLO എന്ന് പറയുന്നത് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ്. ഗ്ലേഷ്യൽ ലേക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലനിരകളുടെ ഗ്ലേഷ്യേഴ്സിന്റെ ഒക്കെ തന്നെ താഴ്വാരങ്ങളിൽ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഈ പറഞ്ഞ പോലെ രൂപപ്പെടുന്ന ലേക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലേഷ്യൽ ലേക്കുകൾ. ഈ പിക്ചറിൽ ഈ ഒരു പടത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവിടെയൊക്കെ തന്നെ ഗ്ലേഷ്യേഴ്സ് രൂപപ്പെടുന്നുണ്ട്. ഈ ഗ്ലേഷ്യേഴ്സ് ഈ പറഞ്ഞ പോലെ വേനൽക്കാലം ആകുമ്പോഴേക്കും അതിന്റെ മഞ്ഞുമലകൾ ഉരുകി ഈ പറഞ്ഞ പോലെ വെള്ളം എങ്ങോട്ടേക്ക് വരുന്നു, ഈ പറഞ്ഞ ഒരു പൊസിഷനിലേക്ക് വരുന്നു. ഇവിടെ ബേസിക്കലി ആദ്യം രൂപപ്പെടുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുകയുള്ളൂ. അത് പിന്നെ കാലക്രമേണ കുറച്ച് വർഷങ്ങൾ എടുക്കുമ്പോഴേക്കും അതിന്റെ വാട്ടർ അഡീഷൻ മൂലം ഇതൊരു വലിയൊരു ലേക്ക് രൂപത്തിൽ രൂപപ്പെടുന്നു. എന്നിട്ട് ഇതിന്റെ ബൗണ്ടറി വാൾസ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇതിന്റെ ബൗണ്ടറി വാൾസിന്റെ പിക്ചറാണ് കാണുന്നത്. സോ ആ ബൗണ്ടറി വാൾസ് കുറെ നാൾ കഴിയുമ്പോഴേക്കും ഇതിനെ വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും ബൗണ്ടറി വാൾസ് ബ്രേക്ക് ചെയ്ത് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ
വാലി അഥവാ ലോലാൻഡ് പ്രദേശങ്ങൾ, അതിന്റെ താഴെ ഭാഗങ്ങളിലേക്ക് വെള്ളം അതിശക്തമായിട്ട് ഒഴുകി ചെല്ലുന്നു, ഫ്ലഡ് രൂപത്തിൽ രൂപപ്പെടുന്നു. അങ്ങനെ വരുമ്പോഴേക്കാണ് ഇതിനെ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ്സ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഹിമാലയൻ മേഖലകളൊക്കെ തന്നെ വർഷകാലങ്ങളൊക്കെ ആകുമ്പോഴേക്കും, ഐ മീൻ ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡാണ് മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും ഹിമാലയൻ മേഖലകളിൽ ഇത്തരത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗ്ലേഷ്യൽ ലേക്സ് അവിടെയുണ്ട്. അത് ഈ മഴക്കാലം ആകുമ്പോഴേക്കും ഓൾറെഡി മഴവെള്ളത്തിന്റെ ഒരു അഡീഷൻ കൂടെ അവിടെ വരും, റെയിൻ വാട്ടർ അഡീഷൻ കൂടെ വരുന്ന കഴിയുമ്പോഴേക്കും ഇതിനകത്ത് വെള്ളത്തിന്റെ അളവ് കൂടുകയും നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ അതിന്റെ സർഫസ് ഈ പറഞ്ഞ പോലെ അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴേക്കും ബ്രേക്കായി വലിയ ഫ്ലഡുകൾ ഉണ്ടാവുകയും താഴ്വാരങ്ങൾ അഥവാ ലോ ലൈൻ ലാൻഡുകളിലേക്ക് വാലി ഏരിയാസിൽ ഈ പറഞ്ഞ പോലെ വലിയ ഫ്ലഡുകൾ രൂപപ്പെടുകയും അവിടുത്തെ ജനജീവിതത്തെ ബാധിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സോ ഇങ്ങനെ വരുമ്പോഴേക്കാണ് ഇതിനെ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡുകൾ എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കപ്പെടുന്നത്. കൂടുതലായിട്ടും കാണപ്പെടുന്ന ഹിമാലയൻ പ്രദേശങ്ങളാണ്, എസ്പെഷ്യലി ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡുകൾ നമ്മൾ വിറ്റ്നസ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിളിൽ മെയിൻ ആയിട്ട് എന്താണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് അല്ലെങ്കിൽ ഗ്ലേഷ്യൽ ലേക്കുകൾ എന്താണെന്ന് ആദ്യം പഠിക്കാം. നമ്മൾ ഓട്ടോമാറ്റിക്കലി മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലേഷ്യൽ ലേക്സ് ആർ ലാർജ് ബോഡീസ് ഓഫ് വാട്ടർ ദാറ്റ് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഓർ ഓൺ ടോപ്പ് ഓർ ബെനീത്ത് എ മെൽറ്റിംഗ് ഗ്ലേഷ്യർ എന്ന് വിളിക്കുന്ന പേരാണ് ഗ്ലേഷ്യൽ ലേക്സ്. ആസ് ഗ്ലേഷ്യർ വിത്ഡ്രോസ് ഇറ്റ് ലീവ്സ് ബിഹൈൻഡ് എ ഡിപ്രഷൻ ദാറ്റ് ഗെറ്റ്സ് ഫിൽഡ് വിത്ത് മെൽറ്റ് വാട്ടർ ദെയർബൈ ഫോമിംഗ് എ ലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു മഞ്ഞുമലകൾ ഉരുകി ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ലേക്ക് രൂപത്തിൽ രൂപപ്പെടുന്നു. ദെൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷം കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് വാട്ടറിന്റെ ഈ പറഞ്ഞ പോലെ അഡീഷൻ വന്നു കഴിയുമ്പോഴേക്കും അതിന്റെ സർഫസുകൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് വെള്ളം എന്ത് ചെയ്യും, അതിശക്തമായ രീതിയിൽ താഴേക്ക് ഒഴുകും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ്. ഈ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കൂടുതലായിട്ടും ഇന്ത്യയിൽ ഇത് കാണപ്പെടുന്ന ഹിമാലയൻ പ്രദേശങ്ങളാണ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് പോലെയുള്ള സ്റ്റേറ്റുകളാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. ഇനി ഇത് വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രസന്റ് ഈ പറഞ്ഞ പോലെ ഉത്തരാഖണ്ഡാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ 13 ഗ്ലേഷ്യൽ ലേക്കുകളെ, മീൻസ് ഓൾമോസ്റ്റ് ഫില്ലപ്പ് ആയിട്ടിരിക്കുന്ന 13 ഗ്ലേഷ്യൽ ലേക്കുകളെ, ദാറ്റ്സ് ആർ പ്രോൺ ടു ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡിന് പ്രോൺ ആയിട്ടുള്ള ലേക്കുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ 13 ലേക്കുകൾക്ക് ഓരോരോ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവയുടെ റിസ്ക് അടിസ്ഥാനത്തിൽ ഇപ്പോൾ റിസ്ക് എ ലെവൽ, ബി ലെവൽ, സി ലെവൽ, ഇങ്ങനെ അതിന്റെ റിസ്കുകൾ അടിസ്ഥാനത്തിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് എ കാറ്റഗറിയിലുള്ള ലേക്കുകൾക്കാണ്. സോ ആ ഹൈ സെൻസിറ്റീവ് ഗ്ലേഷ്യൽ ലേക്കുകളായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. നോൺ ആസ് വസുന്ധര താൽ ഇൻ ധൗലി ഗംഗ ബേസിലുള്ള വസുന്ധര താൽ ലേക്ക് ഈ ഒരു എ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മറ്റ് 4 ലേക്കുകൾ എന്ന് പറഞ്ഞാൽ പിത്തോർഗർ ഡിസ്ട്രിക്റ്റിലുള്ള മബൻ ലേക്ക്, ദെൻ ഈ പറഞ്ഞ പോലെ ലസർ യാങ്തി വാലിയിലാണ് ഈ മബൻ ലേക്ക്, പിന്നെ പ്യൂങ്റു ലേക്ക്, അതേപോലെ തന്നെ ധർമ്മ ബേസിനുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ലേക്കുകളെയാണ് ഈ ഒരു എ കാറ്റഗറി നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താ ഇത്രയുള്ള വാർത്ത ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ 13 ലേക്കുകളെ ഈ പറഞ്ഞ പോലെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് എ ബി സി കാറ്റഗറിയിലായിട്ടാണ് 13 ഗ്ലേഷ്യൽ ലേക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഗ്ലേഷ്യൽ ലേക്ക് ആദ്യം എന്താണെന്നുള്ളത് പഠിക്കണം. പിന്നെ എന്താണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇത്രയും ടോപ്പിക്കാണ് ഈ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. പ്രയർ ഇൻഫോംഡ് കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ഇൻഫോംഡ് കൺസെന്റ് ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് കെയർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫോംഡ് കൺസെന്റ് ആണ്. സോ ഇവിടെ മെയിൻലി നമ്മൾ നോക്കാം, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നീഡ് ടു പേ ഗ്രേറ്റർ അറ്റൻഷൻ ടു ഇൻഫോംഡ് കൺസെന്റ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം എസ്പെഷ്യലി സർജറിയുടെ കേസുകൾക്കൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും പേഷ്യൻസിനെ സർജറിക്ക് മുമ്പാകെ പേഷ്യന്റിന് ബൈസ്റ്റാൻഡർ ആയിട്ട് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നും ഒരു പേപ്പർ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ ഒപ്പിട്ട് മേടിക്കാറുണ്ട്. അതായത് പലപ്പോഴും പറഞ്ഞ പോലെ ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അവിടെ ഈ പറഞ്ഞ പോലെ നേഴ്സുമാർ വന്നിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു പേപ്പർ ഒപ്പിട്ട് തരണം എന്ന് പറയും. അവിടെ പുറത്ത് നിൽക്കുന്ന ഈ പറഞ്ഞ ബൈസ്റ്റാൻഡർ ആയിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ് ആയിട്ടുള്ള കൂട്ടത്തിൽ ആരാ ഉണ്ടായിരുന്നു അവർ ഒപ്പിട്ട് കൊടുക്കുന്നതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒപ്പിട്ട് എടുക്കുന്ന ആ പേപ്പറാണ് ബേസിക്കലി ഇൻഫോംഡ് കൺസെന്റ്. ആക്ച്വലി നമ്മൾ പലപ്പോഴും ആ ഒരു ഹോസ്പിറ്റൽ സിനാരിയോയിൽ അപ്പോഴത്തെ ടെൻഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു മെന്റൽ സിറ്റുവേഷൻ വേറെ ആയിരിക്കുമല്ലോ. ആ ഒരു ടൈം പീരിയഡിൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിനകത്തെ ആ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും വായിച്ച് നോക്കാറില്ല. ചുമ്മാ ജസ്റ്റ് ഇവിടെ ഒപ്പിടാൻ പറയുന്നത് നമ്മൾ നേരിട്ട് കയറി ഒപ്പിടുന്നു. കാരണം അത് കിട്ടിയെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ആൾക്കാരൊന്നും വായിച്ചു നോക്കാണ്ട് എന്ത് ചെയ്യുന്നു, അതിൽ ഒപ്പിട്ടിട്ട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. പക്ഷേ എന്താണ് ആ ഒരു പേപ്പർ അല്ലെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ട് ഈ പറഞ്ഞ പോലെ അറിയേണ്ടതിന്റെ ആവശ്യമുണ്ട്. കാരണം ആ ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ പോലെ ആ ഒരു സർജറിക്ക് ശേഷം എന്തൊക്കെ ആഫ്റ്റർ എഫക്റ്റുകൾ ഒരുപക്ഷെ ആ രോഗിക്ക് ഉണ്ടാകാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ ഇൻ കേസ് എന്തെങ്കിലും എററുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ചികിത്സിച്ച ആളുകൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഫോംഡ് കൺസെന്റിനകത്തുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും വായിച്ചു നോക്കാണ്ട് ഈ പറഞ്ഞ പോലെ സൈൻ ചെയ്യുന്നത് കൊണ്ടിട്ട് ഇൻ കേസ് ഹോസ്പിറ്റൽ മീൻസ് ഈ പറഞ്ഞ ആ ഒരു സർജറിയുടെ ടൈം പീരിയഡിൽ
എന്തെങ്കിലും എറേഴ്സ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, പലപ്പോഴും ഈ പറഞ്ഞ പോലെ നെഗ്ലിജൻസിന്റെ പേരിലൊന്നും തന്നെ ഹോസ്പിറ്റൽ അതോറിറ്റീസിനെതിരായിട്ട് കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഇപ്പോൾ ഇത് വാർത്ത വന്നിരിക്കുന്നത് ഇതൊരു എന്താ പറയുക ഒരു ഒപ്പീനിയൻ ആയിട്ടാണ് ബേസിക്കലി വാർത്ത വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ രാജ്യങ്ങളിൽ എസ്പെഷ്യലി പറഞ്ഞ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ ഇത്തരത്തിലുള്ള ഈ ഇൻഫോംഡ് കൺസെന്റ് ലെറ്റേഴ്സ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഒട്ടുമിക്ക ഹോസ്പിറ്റൽസിലെയും ഇൻഫോംഡ് കൺസെന്റിനകത്ത് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. മീൻസ് ഇൻഫോംഡ് കൺസെന്റിനകത്ത് ഞാൻ പറഞ്ഞു ആ ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് എന്താണ് ബേസിക്കലി ആ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ എന്താണ് ആ സർജറി കൊണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ആ സർജറി എടുത്ത് എത്ര നാൾ എടുക്കും ഇത് ക്യൂർ ആകാനായിട്ട്, ഇൻ കേസ് ആഫ്റ്റർ ദ ക്യൂർ ആയതിനു ശേഷം എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട് ഈ സർജറി മൂലം ഈ പറഞ്ഞ പോലെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാകാമല്ലോ, എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അതിന്റെ തുടർ ചികിത്സകൾ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഇൻഫോംഡ് കൺസെന്റിനകത്ത് ഉണ്ടായിരിക്കണം. കാരണം ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ് ആണ്. ഹ്യൂമൻ റൈറ്റ് നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെയും ഇത്തരത്തിൽ പ്രൈവറ്റ് കൺസെന്റ് വായിച്ചു നോക്കുമ്പോഴേക്കും അതിനകത്ത് മതിയായിട്ടുള്ള രേഖകൾ കൊടുക്കാറില്ല. മതിയായിട്ടുള്ള രേഖകൾ കൊടുക്കാറില്ല എന്ന് പറയുമ്പോഴേക്കും ഇത് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ കൺസേൺ ആയിട്ടുള്ള ഫിസിഷ്യൻ വേണം ഈ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. മീൻസ് ആ ഒരു ഇൻഫോംഡ് കൺസെന്റിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഫിസിഷ്യനാണ്, ഡോക്ടറാണ്. ഈ പറഞ്ഞ പോലെ കൺസേൺ ആ ഒരു സർജറി അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ബട്ട് നമ്മുടെ നാടുകളിൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഇൻഫോംഡ് കൺസെന്റ് കൊണ്ടുവന്ന് റിലേറ്റീവ്സിന്റെ കയ്യിൽ ഒപ്പിടാനായിട്ട് കൊടുക്കുന്നത് ബേസിക്കലി നേഴ്സുമാരായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ടുള്ള ആധികാരികമായിട്ട് മീൻസ് ഈ പറഞ്ഞ പോലെ ഒതന്റിസിറ്റിയോടുകൂടി പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഇവിടെ അവയർനെസ് എന്ന് പറഞ്ഞ പോയിന്റും കൂടെ അവിടെ ബ്ലോക്ക് ആയി പോകുന്നുണ്ട്. മീൻസ് പേഷ്യന്റിനെ കൃത്യമായിട്ട് ബോധവൽക്കരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അവിടെ നടക്കാതെ പോകുന്നുണ്ട്. ഇക്കാരണത്താലൊക്കെ തന്നെയാണ് ഈ ഒരു ടോപ്പിക് ഇതിനകത്ത് കയറി വരുന്നത്. നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 4 എത്തിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു ആർട്ടിക്കിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും ഫർദർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ അതിന് തന്നെ പേഷ്യന്റ് സേഫ്റ്റി റൈറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്ന പേഷ്യന്റിന്റെ സേഫ്റ്റി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതൊരു ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് കെയർ തന്നെയാണ്, എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിവെന്റിംഗ് ഹാം ടു പേഷ്യൻസ് ഡ്യൂറിംഗ് ദർ ട്രീറ്റ്മെന്റ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വെക്കുന്ന എന്തിനാണ്, ഇൻഫോംഡ് കൺസെന്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സർജറിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ആ പേഷ്യന്റ് ധാരണ കിട്ടാനായിട്ടാണ്. അത് വെച്ചിട്ട് നമുക്കൊരു ചോയ്സ് എടുക്കാം, ഈ ഹോസ്പിറ്റലിൽ വേണോ അല്ലെങ്കിൽ വേറെ ഇതിനേക്കാൾ നല്ല ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റൽ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൈറ്റ് മീൻസ് ഇൻഫോംഡ് കൺസെന്റ് കൊടുക്കുന്നത്. പക്ഷേ ഇത് പലപ്പോഴും ജനങ്ങൾ വായിച്ചു നോക്കാറില്ല അല്ലെങ്കിൽ പേഷ്യൻസ് വായിച്ചു നോക്കാറില്ല എന്നുള്ളതാണ് പലപ്പോഴും പറയുന്ന ഒരു പോയിന്റ്. സോ എനിവേ ഈ പറഞ്ഞ പോലെ റൈറ്റ് ടു ഇൻഫോംഡ് കൺസെന്റ്, പേഷ്യൻസ് ഹാവ് ദ റൈറ്റ് ടു ബി ഫുള്ളി ഇൻഫോംഡ് അബൌട്ട് ദെയർ മെഡിക്കൽ കണ്ടീഷൻ, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ്. കാരണം ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നതാണ്. ആൻഡ് ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ദേ ക്യാൻ മേക്ക് നോളജബിൾ ഡിസിഷൻസ് അബൌട്ട് ദെയർ ഹെൽത്ത് കെയർ. അതായത് ഈ ഹോസ്പിറ്റൽ വേണോ വേറൊരു ഹോസ്പിറ്റൽ വേണോ, അല്ലെങ്കിൽ ഈ ഡോക്ടറിന്റെ അടുത്ത് തന്നെ ചികിത്സ നേടണോ അതോ ബെറ്റർ ആയിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഒരു നോളജബിൾ ഡിസിഷൻ ഉണ്ടാക്കാനായിട്ട് പേഷ്യൻസിനെ അത് സഹായിക്കും. And the informed consent is fundamental, allowing patients to understand the implication and the potential outcomes of medical interventions. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി പറയുവാണെങ്കിൽ ഒരു എത്തിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. എത്തിക്കൽ പരമായിട്ടുള്ള കാര്യം ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രോഗിയെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇന്ന പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിലാണെങ്കിൽ ഇന്ന ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാകാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ നിലവിലെ നമ്മുടെ രാജ്യത്തെ ഹെൽത്ത് കെയർ മേഖലയിൽ ഇൻഫോംഡ് കൺസെന്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്നാണ് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. അത് മാത്രമല്ല പലപ്പോഴും ഇത് ആളുകളെ കൊടുത്തു കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഇത് വായിച്ച് മനസ്സിലാക്കാനായിട്ടും പറ്റത്തില്ല. കാരണം ഇതിനകത്ത് എന്താ പറയാ മെഡിസിനൽ ടേംസുകളും കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജസിലാണ്. അതിനകത്ത് മെഡിക്കൽ ടേംസ് കൂടെ കൂടുതലായിട്ടും കാണാറുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നോർമൽ സിറ്റിസൺസിന് അല്ലെങ്കിൽ ഒരു നോർമൽ സാധാരണക്കാരന് ആ ഒരു ഇൻഫോംഡ് കൺസെന്റ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തെ പ്രശ്നങ്ങളായിട്ട് നിലവിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മാറ്റങ്ങൾ വരണം. ഇതിനകത്ത് മാറ്റങ്ങൾ വരിക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ജനങ്ങൾ ഇത് അവയർനെസ് ഉണ്ടാകണം. കാരണം ഇങ്ങനെയുള്ള സാധനം ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് ആശുപത്രി മീൻസ് ആ ഒരു ഡോക്ടറിന് തന്നെ കടമയാണ് എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ അവയർനെസ് ആകണം. അല്ലാത്തടത്തോളം ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്താലും ജനങ്ങൾ അതിൽ പ്രതിഷേധിക്കാനായിട്ട് പോകുന്നില്ല. സോ ഇവിടെ ഇൻഫോംഡ് കൺസെന്റ് ഇസ് എ മോറൽ ഇമ്പരേറ്റീവ്, അത് ഓർത്തിരിക്കണം. ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്ന ഒരു മോറൽ ഇമ്പരേറ്റീവ് ആണ്. ദിസ് ഇസ് എസ്പെഷ്യലി റിലവന്റ് ഇൻ കേസസ് വെയർ ലോസ് ഓഫ് ലൈഫ് ഈസ് എക്സ്ട്രീംലി ലൈക്ലി ബിക്കോസ് ഓഫ് ദ പേഷ്യൻസ് ഡെലിക്കേറ്റഡ് കണ്ടീഷൻസ്. അതായത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് തീരുമാനം വരണമല്ലോ. അപ്പൊ അവിടെ കൃത്യമായിട്ട്
ആ ഒരു ഡോക്ടർ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മീൻസ് ആ സർജറിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. കാരണം സർജറി ചെയ്തിട്ടും ഫർദർ ഒരു സ്കോപ്പ് ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ പേഷ്യന്റിന് ഡിസിഷൻ എടുക്കാം. എന്താണ് ചെയ്യേണ്ടത്, അത് സർജറിയായിട്ട് മൂവ് ഓൺ ചെയ്യണോ വേണ്ടി എന്നുള്ള കാര്യത്തിലേക്ക് ഫർദർ ആ പേഷ്യന്റിന് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നൽകാത്ത കാരണം പലപ്പോഴും അതൊരു എന്താ പറയുക, ഹോസ്പിറ്റൽസ് ആ ഒരു പേരിന് വേണ്ടിയിട്ട് സർജറീസ് കണ്ടക്ട് ചെയ്യുന്ന സിറ്റുവേഷനിലും പലപ്പോഴും പോകാറുണ്ട്. സോ ദെൻ ഈ കാര്യങ്ങളാണ് മെയിൻലി ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മോറൽ ഇമ്പരേറ്റീവ് കണക്കാക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ദേ ഷുഡ് നീഡ് ടു പേ ഗ്രേറ്റർ അറ്റൻഷൻ ടു ഇൻഫോംഡ് കൺസെന്റ് എന്നുള്ളതാണ് ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻഫോംഡ് കൺസെന്റ് എന്നുള്ളതും അതിന് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ് മെയിൻലി ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ ഇനി അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇന്ത്യ ആൻഡ് US ഇൻ ടോക്സ് ഫോർ സ്ട്രൈക്കർ ഇൻഫൻട്രി വെഹിക്കിൾസ്. ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിക്കേണ്ടതാണ് സ്ട്രൈക്കർ ഇൻഫൻട്രി വെഹിക്കിൾസ് എന്തെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഈ ഒരു ആർട്ടിക്കിൾ വരുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഡിഫൻസിന്റെ പെർസ്പെക്റ്റീവിൽ കൂടിയാണ്. സോ ഈ ഒരു പടത്തിൽ കാണുകയാണ്, ഈ പിക്ചറിൽ കാണുന്നതാണ് സ്ട്രൈക്കർ ഇൻഫൻട്രി വെഹിക്കിൾസ്. ബേസിക്കലി ഒരു 8 വീൽഡ് ആർമേർഡ് വെഹിക്കിളാണ്. 8 വീലുകളാണ് ബേസിക്കലി ഈ ഒരു വാഹനത്തിലുള്ള. ഇത് മിലിറ്ററി പർപ്പസിന് മെയിൻലി ഉപയോഗിക്കുന്ന, മിലിറ്ററി പർപ്പസ് പറയുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി പർപ്പസുകൾക്ക് ഇതിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മോസ്റ്റ് മോഡേൺ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നവയാണ്. ദർ 8 വീൽ ഡ്രൈവ് കോമ്പാറ്റ് ആർമേർഡ് ഇൻഫൻട്രി കോമ്പാറ്റ് വെഹിക്കിൾസ് ആണ്. ICVs ആണ്, ഇൻഫൻട്രി കോമ്പാറ്റ് വെഹിക്കിൾസ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ ഒരു സ്ട്രൈക്കർ ആർമേർഡ് ഇൻഫൻട്രി കോമ്പാറ്റ് വെഹിക്കിൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റംസ് കാനഡയുടെ ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റംസ്, അതേപോലെ USന്റെ ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റം ഡിവിഷനും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഇതൊരു പ്രൈവറ്റ്ലി നിർമ്മിച്ചിരിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ ആ ഒരു മെഷീൻ അക്വയർ ചെയ്യാനായിട്ട് ഇന്ത്യ ടോക്ക് നടക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എസ്പെഷ്യലി ഇത് നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുക, മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻസർജൻസീസ് തടയാനായിട്ടാണ്. മീൻസ് ഈ പറഞ്ഞ ബോർഡർ ഇൻസർജൻസീസ്, കാശ്മീർ മേഖലയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോർഡർ ഏരിയാസിൽ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ഇത് വിന്യസിപ്പിക്കാനായിട്ടാണ്. സോ ഇത് മെയിൻലി ഈ പറഞ്ഞ പോലെ ഇതിന് ഇത്ര പോപ്പുലാരിറ്റി വരാൻ കാരണം ഇതിന്റെ ആ ഒരു റേഞ്ച് തന്നെയാണ്. റേഞ്ച് മീൻസ് റേഞ്ച് ആൻഡ് സ്പീഡാണ്. ഇത്രത്തോളം ഹെവിലി ആർമേർഡ് ആണ്. ഹെവിലി ആർമേർഡ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ ഒരു മെഷീന് 100 km/h ഈ പറഞ്ഞ പോലെ സഞ്ചരിക്കാനുള്ള മാക്സിമം സ്പീഡ് കപ്പാസിറ്റി ഉണ്ട്. അതും റേഞ്ച് ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ടാങ്ക് ഫ്യൂവൽ കപ്പാസിറ്റിയിൽ ഓൾമോസ്റ്റ് 470 kilometers എടുത്ത് അപ്രോക്സിമേറ്റ്ലി 470 kilometers സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഡ്രൈവറെയും മറ്റു ക്രൂവിനെയും, മീൻസ് ഇത് ഓപ്പറേഷണൽ ക്രൂവിനെ അപ്പാർട്ട് ഫ്രം ദാറ്റ് 9 ക്രൂ മെമ്പേഴ്സിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഇതിന്റെ ഓപ്പറേഷണൽ ക്രൂ ഒഴികെയാണ്, ഓപ്പറേഷണൽ ക്രൂ ഡ്രൈവറും പിന്നെ ഒരു സഹായി. അത് കൂടാണ്ട് ഈ പറഞ്ഞ 9 ക്രൂ മെമ്പേഴ്സിനെയും കൂടെ വഹിച്ചുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി ഈ വെഹിക്കിൾസിനുണ്ട്. പിന്നെ ഹെവിലി ആർമേർഡ് ആണ്, വളരെ ഈ പറഞ്ഞ പോലെ സ്റ്റെൽത്ത് ആയിട്ടുള്ള, മീൻസ് ഈ പറഞ്ഞ പോലെ ഹാർഡ് അയൺ മെറ്റീരിയൽ കൊണ്ടൊക്കെ തന്നെ നിർമ്മിച്ചിരിക്കുന്ന വാഹനമാണ്. പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ ഒരു വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് റിമോട്ട്ലി ഓപ്പറേറ്റഡും കൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അതൊരു മാനുവൽ ഓപ്പറേറ്റഡ് അല്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും ഇരുന്നിട്ടാണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിമോട്ടലി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആർമസ് ആണ് മെയിൻലി ഇതിനകത്ത് എക്വിപ്പ് ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ് ഈ ഒരു വെഹിക്കിൾസിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയേണ്ടതായിട്ടുള്ളത്. സോ ഇറ്റ്സ് എ V-hull ആർമഡ് ഇൻഫൻട്രി വെഹിക്കിൾ equipped with 30 mm cannon and a 105 mm മൊബൈൽ ഗൺ ഒക്കെ ഉണ്ട്. ദെൻ സ്ട്രൈക്കർ ഹൾ ഈസ് കൺസ്ട്രക്റ്റഡ് ഫ്രം ഹൈ ഹാർഡ്നസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് സ്ട്രൈക്കർ ഹാസ് എ ലെയർ ഓഫ് സെറാമിക് ടൈൽ ആർമർ ഓഫറിംഗ് അഡീഷണൽ പ്രൊട്ടക്ഷൻ. അതായത് ഈ പറഞ്ഞ പോലെ മൈനുകളൊക്കെ തന്നെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിലുള്ള പ്രൊട്ടക്ഷനും ഈ ഒരു വെഹിക്കിൾസിന് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് മാൻഡ് ബൈ 2 person ക്രൂ. അതായത് ഓപ്പറേഷനിൽ 2 persons ആണ് വേണ്ടത്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഇറ്റ് ക്യാൻ ക്യാരി 9-man ഇൻഫൻട്രി സ്ക്വാഡ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആൻഡ് റേഞ്ച് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 483 കിലോമീറ്റർ, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 483 കിലോമീറ്റർ പോകാൻ സാധിക്കും. വിത്ത് ടോപ്പ് സ്പീഡ് ഓഫ് അറൌണ്ട് 100 km/h, 100 km/h വരെ വേഗതയെ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. ഇത്രയും പോയിന്റ് ആണ്. ഇങ്ങനെയുള്ള ഡിഫൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇത്രയും പോയിന്റുകൾ മസ്റ്റ് ആയിട്ടൊന്ന് നോക്കി വെച്ചിരിക്കുക. അത് നമുക്ക് പ്രിലിംസിന് വളരെ കൂടുതലും ആവശ്യമായിട്ട് മാറും. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകണം. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ആർട്ടിക്കിളാണ്. ആന്റിലോപ്പ് ലൈക്ക് മാമൽ ഫ്രം ഭൂട്ടാൻ റെക്കോർഡഡ് അറ്റ് ലോവസ്റ്റ് എലിവേഷൻ വെസ്റ്റേൺ ആസാം എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പേരാണ് മെയിൻലാൻഡ് സെറോ. ഈ റൈറ്റ് സൈഡിലെ പിക്ചർ നോക്കിയാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെയൊക്കെ നാടുകളിൽ കാണുന്നത് ഗോട്ടും ഗോട്ടും അതേപോലെ ഗോട്ടും ആന്റിലോപ്പും തമ്മിലുള്ള ഒരു മിക്സ് പോലെ നമുക്ക് തോന്നുന്നതാണ് ഈ ഒരു മെയിൻലാൻഡ് സെറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആനിമൽസിനെ കാണപ്പെടുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് പഠിച്ചിരിക്കാം. സോ മെയിൻലാൻഡ് സെറോ എന്ന് പറയുന്നത് മാമൽ ദാറ്റ് ലുക്സ് ലൈക്ക് ക്രോസ് ബിറ്റ്വീൻ ഗോട്ട് ആൻഡ് ആന്റിലോപ്പ്. സോ ഗോട്ടും ആന്റിലോപ്പും തമ്മിലുള്ള ക്രോസ് ആയിട്ട് കാണപ്പെടുന്നതാണ് ഈ ഒരു മാമൽ. ബേസിക്കലി മെയിൻലാൻഡ് സെറോ ഇൻഹാബിറ്റ്സ് ഏരിയാസ് അറ്റ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 200 meters to 3000 meters. മലനിരകളിലാണ്, ഹയർ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിലാണ് ഈ മാമലിനെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്.
നേറ്റീവ് ടു ഹിമാലയാസ് ആണ്, ഹിമാലയ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ചൈന. ആൻഡ് ഭൂട്ടാൻ ഇസ് എ നാച്ചുറൽ ഹോം ആൻഡ് ഹാബിറ്റേറ്റ് ഓഫ് മെയിൻലാൻഡ് സെറോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. മെയിൻലാൻഡ് സെറോ എന്ന് പറയുന്ന ആനിമലിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ്, നാച്ചുറൽ ഹോം ആൻഡ് ഹാബിറ്റാറ്റ് ഭൂട്ടാൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് ഇവയെ കാണപ്പെടുന്നത് ഭൂട്ടാനിലെ പിപ്സോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും അതേപോലെ റോയൽ മാനസ് നാഷണൽ പാർക്കുമാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്, ഈ റോയൽ മാനസ് ഒക്കെ തന്നെ. അതുകൊണ്ടാണ് ഇവ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പം കാണുന്നതായിട്ട് വാർത്ത വരുന്നത്. ഇനി IUCN സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ വൾണറബിൾ ആണ്. അപ്പൻഡിക്സ് സൈറ്റ്സിനെ നോക്കുവാണെങ്കിൽ അപ്പൻഡിക്സ് 1 കാറ്റഗറിയിലാണ് ഈ ഒരു ആനിമൽ വന്നു വിട്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ബിഹേവിയർ കൂടെ അറിഞ്ഞിരിക്കണം, കാരണം ഇങ്ങനെയുള്ള ബിഹേവിയറൽ പരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും UPSC ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ദെൻ മെയിൻലാൻഡ് സെറോയുടെ കാര്യം പറയുന്നത് ടെറസ്ട്രിയൽ ആണ്. ടെറിട്ടോറിയൽ മീൻസ് ടെറിട്ടോറിയൽ ആനിമൽ ആണ് ഈ ഒരു മെയിൻലാൻഡ് സെറോ. ആൻഡ് ലീവ്സ് എലോൺ ഓർ ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. ലീവ് എലോൺ ആയിട്ടും ജീവിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് ജീവിക്കുന്നതാണ്. ബട്ട് ടെറിട്ടോറിയൽ ആണ്. ഇതിനകത്ത് ഫീമെയിൽസ് ഗീവ് ബർത്ത് ടു ദ സിംഗിൾ യങ്. ഓക്കെ, ഒരു ബർത്തിൽ പറഞ്ഞ സിംഗിൾ യങ്ങിനാണ് ബർത്ത് ആകുന്നത് ആഫ്റ്റർ എ ജസ്റ്റേഷൻ പീരീഡ് ഓഫ് അബൌട്ട് 8 months. ജസ്റ്റേഷൻ പീരീഡ് ഒക്കെ ഇതിനു മുമ്പും പല പറഞ്ഞ പോലെ എലഫൻസിന്റെ ഒക്കെ തന്നെ UPSC ചോദിച്ചിട്ടുള്ളതാണ്. സോ 8 months ആണ് ഈ ഒരു മെയിൻലാൻഡ് സെറോയുടെ ജസ്റ്റേഷൻ പീരീഡ് ആയിട്ട് പറയുന്നത്. ആൻഡ് സിംഗിൾ ബർത്തിൽ ഒരു ചൈൽഡിനാണ് ബർത്ത് കൊടുക്കുന്നത്. IUCN സ്റ്റാറ്റസ് വൾണറബിൾ ആണ്. സൈറ്റ്സിനകത്ത് അപ്പൻഡിക്സ് 1 വരുന്നത്. അപ്പോൾ അത്രത്തോളം പ്രൊട്ടക്ഷൻ നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട്. മെയിൻലി നമ്മുടെ ഇവിടെ അധികം കാണാത്തതുകൊണ്ടിട്ടാണ് നമ്മളിതിനെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അധികം ലിസ്റ്റ് ചെയ്യപ്പെടാത്തത്. ഇവിടെ മെയിൻ ആയിട്ട് കാണുന്നവയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം നമ്മൾ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് അവാർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആനിമലിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കും. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. റെയർ എർത്ത് എലമെന്റ്സ്. ഇത് ആക്ച്വലി പറയുവാണെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ ഒരു നിയമപരമായിട്ടുള്ള കാര്യമാണ്. ബട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ള റെയർ എർത്ത് എലമെന്റ്സ് എന്താണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, സോ മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ റെയർ എർത്ത് എലമെന്റ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ, അതിലെ ഗ്രൂപ്പ് 3 വരുന്ന ഓൾമോസ്റ്റ് 17 മെറ്റൽസ് ആണ് റെയർ എർത്ത് എലമെന്റ്സ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് ഈ 17 മെറ്റൽസ് ഒന്ന് ജസ്റ്റ് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. മെയിൻ ആയിട്ട് അറിയേണ്ടത് ഇവരുടെ പേര് പോലെയല്ല. റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കാം ഇവരുടെ അവൈലബിലിറ്റി വളരെ കുറവാണ് ഉദ്ദേശിക്കാം. അവൈലബിലിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ മോഡറേറ്റ്ലി അബൻഡന്റ് ആണ്. മോഡറേറ്റ്ലി അബൻഡന്റ് ആണ്. പേര് റെയർ എർത്ത് എന്നല്ല, വളരെ റെയർ അല്ല, മോഡറേറ്റ്ലി അബൻഡന്റ് ആണ്. പക്ഷേ എക്കണോമിക്കലി ഇവ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാകത്തിൽ ഇവയുടെ അവൈലബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇവരുടെ അവൈലബിലിറ്റി ഉണ്ട്, ബട്ട് എക്കണോമിക്കലി നമുക്ക് ഇതിനെ മൈൻ ചെയ്തെടുക്കാൻ പാകത്തിലുള്ള അവൈലബിലിറ്റി വളരെ കുറവാണ്. സോ റെയർ എർത്ത് എലമെന്റ്സിന്റെ റിസോഴ്സ് അവൈലബിലിറ്റി നോക്കുവാണെങ്കിൽ ഇന്ത്യ 6th ലാർജസ്റ്റ് ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ 5ാമത്തെ ഈ പറഞ്ഞ പോലെ റിസർവ് ഉള്ളത് ഇന്ത്യയിലാണ്. മെയിൻ ആയിട്ട് ചൈനയൊക്കെയാണ് ഇതിന്റെ വലിയ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ കാണപ്പെടുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ മോണോസൈഡ് മിനറൽസുകളിലാണ് മെയിൻ ആയിട്ട് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് 17 എലമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡിയം, എട്രിയം, പിന്നെ ഈ പറഞ്ഞ 15 ലാൻഡനൈറ്റ്സ് ആണ്, ലന്തനം, സെറിയം, ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ ഏകദേശം 15ഉം ഈ 2 കൂടെ കൂട്ടി മൊത്തം 17 റെയർ എർത്ത് എലമെന്റ്സ് ആണ് നമുക്ക് നിലവിലുള്ള കൺസിഡേർഡ് ആസ് റെയർ എർത്ത് എലമെന്റ്സ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. പിന്നെ അത് മെയിൻലി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇവയുടെ അവൈലബിലിറ്റി വെച്ച് ചോദിക്കാം. അവൈലബിലിറ്റി നോക്കുവാണെങ്കിൽ മോഡറേറ്റ്ലി അവൈലബിൾ ആണ്. അപ്പം ഈ പറഞ്ഞ പോലെ എക്കണോമിക്കലി നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാകത്തിൽ അധികം ഇല്ല എന്നുള്ള പോയിന്റ് മനസ്സിലാക്കി വെച്ചേക്കാം. സോ ഇത്രയാണ് ടോപ്പിക് വൈസ് നമുക്ക് നോക്കാനായിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ MCQ, പ്രിലിംസ് ബേസ്ഡ് MCQ ആണ്. നമ്മൾ ആദ്യം കണ്ട ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട MCQ ആണ്. 3 സ്റ്റേറ്റ്മെന്റ് MCQ ആണ്. സോ ഈ 3 സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയിട്ട് ഇതിൽ എത്ര എണ്ണമാണ് കറക്റ്റ് എന്നുള്ളതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എത്ര എണ്ണം കറക്റ്റ് ഉണ്ട്, ഹൗ മെനി എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏതെന്നല്ല എത്ര എണ്ണം എന്നാണ്. ഇതിനകത്ത് 3 എണ്ണം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾ 3 ചൂസ് ചെയ്യാം. ഇതിനകത്ത് ഏതെങ്കിലും 2 എണ്ണമാണ് നിങ്ങൾക്ക് ശരിയെങ്കിൽ only 2, ഏതെങ്കിലും ഒരെണ്ണമാണ് ആൻസർ എങ്കിൽ ഓപ്ഷൻ എ only 1 ചൂസ് ചെയ്യാം. ഈ 3 തെറ്റാണെങ്കിൽ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് വ്യക്തമായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ആർട്ടിക്കിൾ ഒന്ന് കേട്ടിട്ട് ആൻസർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിക്കോളും. സോ ഇതിനകത്ത് ആൻസർ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.